പി വി അൻവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അടുക്കണമല്ലോ. ആ ഒരു അടുക്കൽ അത് തൃണമൂൽ കോൺഗ്രസിന്റെ പാളയത്തിലായി എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പി വി അൻവറിനെ സ്വീകരിച്ചുകൊണ്ടുള്ള എക്സിലെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ഒരു പാർട്ടി തങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ അംഗത്വം എടുത്തിരിക്കുന്നു, അയാൾ നിലമ്പൂർ MLA ആണ്, പി വി അൻവറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചിത്രങ്ങളടക്കം ഇപ്പോൾ പങ്കുവച്ചിട്ട് 2 ദിവസമായിരിക്കുകയാണ്. 10-ാം തീയതിയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. പി വി അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോഴും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പരസ്യമാക്കൽ ഒരു പക്ഷേ അൻവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അതിൽ തൃണമൂൽ കോൺഗ്രസ് കൃത്യമായ ജാഗ്രത കാട്ടി. പി വി അൻവറിന് കോർഡിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഭാഗമല്ല, കോർഡിനേറ്റർ മാത്രമാണ്, ഞാനിതൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുന്നയാളാണ് എന്ന് പറഞ്ഞൊന്നും ഇനി നിൽക്കാൻ കഴിയില്ല. തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് പി വി അൻവർ. ചുമതല ഏതാണ് എന്നുള്ളത് ഇപ്പോൾ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ചുമതലയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ധാരണയായിട്ടുണ്ടാകും. നാളത്തെ വാർത്താസമ്മേളനത്തിൽ പി വി അൻവറിന് അത് പറഞ്ഞേ മതിയാകൂ. കാരണം വാർത്താസമ്മേളനത്തിൽ വരുമ്പോൾ അൻവർ പറയുന്നതെല്ലാം കേൾക്കുന്നതിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ തിരിച്ചങ്ങോട്ട് ചോദിക്കുമല്ലോ, നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കുമെന്ന പ്രഖ്യാപനം നടത്താനാണ് അൻവർ മാധ്യമങ്ങളെ കാണാൻ നാളെ 9:30 വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ. ഇവിടെ ഇപ്പോൾ പി വി അൻവർ എന്ന MLA-യുടെ, പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മെറിറ്റ്സ് അത് കൃത്യമായി മമതാ ബാനർജി ടാപ്പ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. മമതാ ബാനർജിക്ക് കിട്ടാവുന്ന മഹുവ മൊയ്ത്ര പോലെയുള്ള ഒരു തീപ്പൊരി നേതാവ് തന്നെയാണ് പി വി അൻവർ. കാരണം മമതാ ബാനർജിയുടെ ശൈലിയും പി വി അൻവറിൻ്റെ ശൈലിയും ഏറെക്കുറെ ഒരു വെല്ലുവിളിയുടെ ശൈലിയാണ്. വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുക, വെട്ടിനിരത്തി മുന്നേറുക, അതാണ് മമതാ ബാനർജി ബംഗാളിൽ ചെയ്തത്. സമാനമായ രീതിയിൽ പി വി അൻവറിന് ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും 2 ദിവസമായിരിക്കുന്നു തൃണമൂലിലേക്ക് വന്നിട്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അഭിഷേക് ബാനർജിയുടെയും എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ട് പി വി അൻവറിന് നിലമ്പൂർ MLA-ക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പി വി അൻവറിന് ഇവിടെ ഇടത് സ്വതന്ത്രനായ ഒരു MLA ആയി തുടരാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ മുതലേ കഴിയില്ല. പക്ഷേ സ്പീക്കർ അത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ പി വി അൻവർ അതുമായി ബന്ധപ്പെട്ട് ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് സ്പീക്കർ AN ഷംസീറിനെ അറിയിച്ചിട്ടുണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും മിനിഞ്ഞാന്ന്, അതായത് 10-ാം തീയതി തന്നെ മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിരിക്കുകയാണ്. സ്വതന്ത്ര MLA ആയി മത്സരിച്ച് ജയിച്ച ഒരാൾ ആ പദവിയിൽ തുടരുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് പി വി അൻവറിനും അറിയാം. അതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് MLA സ്ഥാനം രാജിവെക്കുന്ന തീരുമാനത്തിലേക്ക് അൻവർ പോകുന്നത്. ഇവിടെ ഈ പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ എന്ന് പറയുന്നത് അതല്ല പി വി അൻവറിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കൊൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഒരു പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വന്തമായി DMK രൂപീകരിച്ചിട്ടുണ്ട്, അതുമായി മുന്നോട്ട് പോയാൽ മതി. ഈ DMKയുടെ അംഗങ്ങൾ അപ്പാടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ EK സുഗുവിനോടൊക്കെ സംസാരിക്കുമ്പോൾ സുഗുവൊക്കെ പറയുന്നുണ്ട്, സുഗുവാണ് DMKയുടെ ചാർജ് വഹിക്കുന്നത്. എവിടേക്കായാലും അൻവർ എവിടേക്ക് പോകുന്നു അവിടേക്ക് ഞങ്ങൾ പോകുന്നു. അപ്പോൾ DMK എന്ന ആ ഒരു സാമൂഹിക സംഘടനയായിട്ടാണല്ലോ, രാഷ്ട്രീയ സംഘടന ആയിട്ടില്ല. അവിടെ കൂടിച്ചേരാൻ, യഥാർത്ഥ DMK-യുമായി കൂടിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടന ഒക്കെയായി മാത്രമാണ് അതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ DMK-യിൽ നിന്ന് നേരെ തൃണമൂലിലേക്ക് ഒരു ഷിഫ്റ്റാണ്. അപ്പോൾ ഇനി DMK ഇവിടെ ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയോ മറ്റോ നിലനിർത്തുമായിരിക്കാം, ആരെയെങ്കിലും പേരിന് ഭാരവാഹികളാക്കി നിർത്തുമായിരിക്കാം. ഇവിടെ ഏത് പാർട്ടിയിലേക്ക് പോയാലും, ഈ DMK എന്ന സംഘടനയായി തുടർന്നാലും തൃണമൂലിലേക്ക് പോയാലും ഈ കൂടെ അൻവർ ഫാൻസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, പി വി അൻവർ ഫാൻസ്. അത് ഇപ്പോഴുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പി വി അൻവർ ആദ്യഘട്ടം മുതൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കയ്യടിയുമായി പി വി അൻവറിനൊപ്പം തന്നെ നിൽക്കുന്ന ആ ഒരു ഫാൻസ്, അതാണ് ആ ഫാൻ ബേസാണ് പി വി അൻവറിൻ്റെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മമതാ ബാനർജി കൃത്യമായി ലക്ഷ്യം ഓരോരുത്തർക്കും നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു നേതാവാണ്. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവും. നിങ്ങൾ ഇത്രയാണ്, നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറയുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് ഉടക്കിപ്പിരിഞ്ഞ്, കോൺഗ്രസിനോട് തല്ലിപ്പിരിഞ്ഞ് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി അതിനെ ബംഗാളിൽ കോൺഗ്രസിനേക്കാൾ മുകളിലെത്തിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവായി വളർന്നു നിൽക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേച്ചറാണ്. അപ്പോൾ ആ സ്റ്റേച്ചറിൽ നിൽക്കുന്ന മമതാ ബാനർജി ഇനിയിപ്പോൾ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 അപ്പോൾ അങ്ങനെ രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതാണ് മമതാ ബാനർജിയുടെയും. അതിന് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റൊന്ന് 2 സംസ്ഥാനങ്ങളിൽ മാത്രം ചുരുങ്ങിയ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയായിട്ട് കാര്യമില്ല. ഒരു പാൻ ഇന്ത്യൻ പ്രസൻസ് മമതാ ബാനർജിക്ക് അത്യാവശ്യമാണ്. ദക്ഷിണേന്ത്യയിൽ മമതാ ബാനർജി അതിനായി ശ്രമിച്ചതാണ്. 2015 കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കാൻ മുൻ MLA ജോസ് കുറ്റ്യാനിയെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. പിന്നീട് 3 വർഷത്തോളം അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നു, കമ്മിറ്റി രൂപീകരണമൊക്കെ നടന്നു. പിന്നെ കുറ്റ്യാനിക്ക് വയ്യാതെ ആയപ്പോഴാണ് എന്ന് തോന്നുന്നു അത് മന്ദീഭവിക്കുകയാണ്. പിന്നീട് പല തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ ധനനഷ്ടം, മാനഹാനി, ഇത് 2 സംഭവിച്ചപ്പോഴാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഇല്ലാതാകുന്നത്. പക്ഷേ ഇപ്പോൾ മുൻ MLA അല്ല, സിറ്റിംഗ് MLA ആണ് കിട്ടുന്നത്. അത് മമതാ ബാനർജിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടെ
അതെ, മുൻ MLA ആകും. രാജിവെക്കുന്നതോടെ മുൻ MLA ആകും. എന്തായാലും ചേരുമ്പോൾ MLA ആണ്. അതുകൊണ്ട് അവർ MLA എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തൃണമൂലിന്റെ എക്സ്പോസ്റ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ മമതാ ബാനർജി ആദ്യം വെക്കാൻ പോകുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത്, മമതാ ബാനർജിയുടെ ഇതുവരെയുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറെ മലബാറിലെങ്കിലും കൃത്യമായിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കണം. നിലമ്പൂർ മേഖലയിലെങ്കിലും ചുരുങ്ങിയത് ഇത്ര സീറ്റുകളിലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ വിജയിക്കണം. അത് അൻവറിന് നടപ്പാക്കി കൊടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ PV അൻവർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോർട്ട്ഫോളിയോയ്ക്ക് കേരളത്തിൽ വേരുണ്ട് എന്ന് അൻവറിന് കാണിച്ചു കൊടുക്കാൻ കഴിയൂ. അല്ലാതെ റാലി നടത്തിയിട്ട് കാര്യമില്ല, പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ നമ്മുടെ പാലായിൽ മത്സരിച്ച മാണി സി കാപ്പൻ സ്വന്തമായ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാണല്ലോ UDFന്റെ ഭാഗമായത്. മന്ത്രിയാകുമെന്ന് കരുതി, പക്ഷേ എന്ത് ചെയ്യാൻ, പിണറായി വിജയൻ സമ്മതിച്ചില്ല. രണ്ടാം വട്ടവും പിണറായി വിജയൻ സർക്കാർ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിമോഹം ഒതുങ്ങി. അത് വെച്ച് നോക്കുമ്പോൾ മാണി സി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയേക്കാളൊക്കെ വളരെ വലുതാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് മമതാ ബാനർജിയുടെ തൃണമൂലുമായിട്ടുള്ള അസോസിയേഷൻ അൻവറിന് ഈ DMK രൂപീകരിക്കുന്നതിനേക്കാൾ ബെനിഫിഷ്യൽ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ ബംഗാളിലെ മമതാ ബാനർജിയിലേക്ക് തിരിച്ചു വന്നാൽ, ബംഗാളിൽ 3 പതിറ്റാണ്ട് തുടർച്ചയായിട്ട് ഭരിച്ച ഒരു പാർട്ടിയെയാണ് ഒന്നുമല്ലാതാക്കി, സംപൂജ്യരാക്കി, അങ്ങ് കടപുഴക്കി എറിഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു പ്രകടനമാണ് ബംഗാളിൽ അന്ന് മമതാ ബാനർജി കാഴ്ചവെച്ചത്. അതവർ തുടരുകയാണ്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് മമതാ ബാനർജിയെ വെട്ടി നിരപ്പാക്കാനായി പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും അവർ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഉള്ള, തന്ത്രങ്ങൾ അറിഞ്ഞ് തിരിച്ചു കളിക്കാൻ അറിയുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. അങ്ങനെയുള്ള ഒരാളിലേക്ക് PV അൻവറും അദ്ദേഹത്തിന്റെ PV അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകളും എത്തുമ്പോൾ അവർക്ക് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജോസ് കുറ്റ്യാനിയെ കൊണ്ടുവന്നതുപോലെ ആവില്ല PV അൻവറിനെ മമതാ ബാനർജി ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല, കേരളത്തിൽ ബംഗാളിലേതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്വാധീനം അത് മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്. തമിഴ്നാടോ കർണാടകയോ പോലല്ല, ബംഗാൾ പോലെ തന്നെ കേരളത്തിലും തനിക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. തനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് എന്ന് മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം പൊളിറ്റിക്സ് അല്ലെങ്കിൽ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ലീഗിനോ അല്ലെങ്കിൽ CPIM-നോട് ചേർന്ന് നിൽക്കുന്ന, CPIM-നെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ INL-നോ ഒന്നും മാത്രമല്ല, തൃണമൂലും ആ ഒരു പോക്കറ്റിലേക്ക് കടന്നു കയറാനായിട്ടാണ് PV അൻവറിലൂടെ ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അല്ല എങ്കിൽ നിലമ്പൂരിൽ നിന്നുള്ള PV അൻവർ MLA തന്നെ കൃത്യമായി അവർ ചെറി പിക്ക് ചെയ്യുന്നത് പോലെ പിക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ PV അൻവറിലൂടെ അവർ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. അത് ലീഗും മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് PV അൻവറുമായിട്ടുള്ള സാദിഖ് അലി തങ്ങളുടേതടക്കമുള്ള ആ ഒരു കോൺവെർസേഷൻസ് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ലാത്ത പക്ഷം PV അൻവറിനെ വെറുപ്പിച്ചാൽ ഞങ്ങൾക്കുമില്ല അൻവറിനുമില്ല, ഇടതുപക്ഷം ആ സീറ്റ് അങ്ങ് കൊണ്ടുപോകും. അതായത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിലനിർത്തും. അൻവർ രാജിവെക്കുന്നതോടെ 99-1 98 ആകുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് CPIM പിടിക്കുമ്പോൾ വീണ്ടും 99 ആകുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി UDF-നുള്ളിൽ ലീഗ് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് PV അൻവർ തൃണമൂലിലേക്ക് പോകുമ്പോൾ തൃണമൂലിനെ ഒപ്പം കൂട്ടുന്നത് കൊണ്ട് എന്താണ് തടസ്സം? ലാർജർ പിക്ചറിൽ BJP എതിർക്കുകയാണല്ലോ തൃണമൂൽ കോൺഗ്രസും ചെയ്യുന്നത്. ബംഗാളിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ദേശീയ തലത്തിൽ മമതാ ബാനർജിയുടെ ഒരു സ്റ്റേച്ചറിനോടൊന്നും ഒരു മതിപ്പ് കുറവും ലീഗിനില്ല. അതുകൊണ്ട് ലീഗ് UDF-ൽ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരിക്കും. അല്ലാതെ VD സതീശനോ അല്ലെങ്കിൽ K മുരളീധരനോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ എടുക്കുന്നതിനേക്കാൾ മലബാർ പൊളിറ്റിക്സിനെ വെച്ചോളം അൻവറിനെ കൂടെ കൂട്ടുന്നതാണ്, തൃണമൂലിനെ കൂടെ നിർത്തുന്നതാണ് നല്ലത് എന്ന 2026 എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ UDF തീരുമാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, കേരളത്തിൽ തൊഴിൽ തേടി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിൽ കൂടുതലും ബംഗാളിൽ നിന്നുള്ളവരാണ്. അതിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ദീദി എന്നുള്ളത് വിട്ടിട്ട് അവർ പറയില്ല. ദീദിയെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണമൊക്കെ കാണും. ദീദിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കേരളത്തിൽ. മമതാ ബാനർജിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ തൊഴിൽ തേടി വരുന്ന ആളുകളിൽ കുറേ ആളുകളൊക്കെ ഇപ്പോൾ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഇവിടെ വോട്ടുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി PV അൻവർ ചെയ്യുമോ എന്നുള്ളത് ഞാൻ വളരെ കൗതുകത്തോടെ ഇവിടെ വരുമ്പോഴും ദീദിയുടെ പാർട്ടിയാണോ എന്നവർ സംശയിക്കും. അതെ, ഇവിടെ അല്ലല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തൃണമൂലല്ല അധികാരത്തിലെന്നൊക്കെ അവർക്കറിയാം. അല്ല, തൃണമൂലിനെ അധികാരത്തിൽ ഏറ്റിയാൽ ബംഗാൾ ആവുമെന്ന് സംശയം ഉണ്ടാവുമല്ലോ. അല്ല, ബംഗാൾ 10-34 വർഷം ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കി ഇട്ടിട്ട് പോകുന്നത് ആരാണ് എന്നുള്ളത് സംപൂജ്യമാക്കി 2021 കാണിച്ചതാണല്ലോ. അല്ല, 2021 സംപൂജ്യമാക്കി കാണിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും അവിടെ നിന്നാണല്ലോ വരുന്നത്. ബംഗാളിൽ നിന്ന് തൊഴിൽ തേടി വരുന്നു. കേരളം എന്ന് പറയുന്നത്, കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്തിൽ, അതിനു മുൻപ് തന്നെ കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിച്ച മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ആദ്യമായി വരുന്നത് 2016 ശേഷവുമല്ല, അങ്ങേക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ അവരുടെ എണ്ണവും ഇവിടെ കൂടുന്നത് PV അൻവറിന്റെ ഒരു ആത്മവിശ്വാസം ഒരു ഞങ്ങളുടെ ദീദി എന്നവർ കരുതുമോ എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ. ഇനി പറയട്ടെ, അതായത് ഇവിടെ ദേശീയ തലത്തിൽ BJP-ക്ക് എതിരെ തൃണമൂൽ നിൽക്കുന്നു, ബംഗാളിൽ BJP-ക്കെതിരെയും തൃണമൂൽ നിൽക്കുന്നു, അതുപോലെ കോൺഗ്രസ് ഇടത് സഖ്യത്തിനെതിരെയും തൃണമൂൽ നിൽക്കുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഏത് രീതിയിലും ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നല്ല
മെയ്വഴക്കമുള്ള ഒരു പാർട്ടിയാണ് മമതാ ബാനർജി പ്രത്യേകിച്ചും. അപ്പോൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ UDF സ്വീകരിക്കുമോ അതോ കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റ് വേണ്ടാന്ന് വെച്ച് ബംഗാളിലെ പോലെ തന്നെ ഫൈറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ എത്തേണ്ട കാര്യം. മറ്റൊരു കാര്യം, PV അൻവറിന് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു രാജ്യസഭാ സീറ്റാണെന്ന് കേൾക്കുന്നു. തൃണമൂലിന്റെ ഒഴിവ് വരാൻ പോകുന്ന ഒരു രാജ്യസഭാ സീറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ UDFന്റെ ഒരു MLA വരട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പ്ലാൻ ക്ലിയറായി. അപ്പോൾ ലീഗിനും തൃണമൂലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന്, അൻവറിന്റെ തൃണമൂലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്, കേരളത്തിൽ അൻവറാണല്ലോ നേതാവ്, അൻവറിന്റെ തൃണമൂലിനെ UDFലേക്ക് കൊണ്ടുവരുന്നതിന് ലീഗിനോ കോൺഗ്രസിനോ ഒന്നും എതിർപ്പുണ്ടാകില്ല. ഒരു സീറ്റ് കിട്ടുകയല്ലേ, മറ്റേടത്ത് 98 ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. എന്തായാലും PV അൻവർ അഴിമതിക്കെതിരെ ഏകാംഗ പോരാട്ടം നടത്തുന്ന ഒരു തന്റേടിയായ രാഷ്ട്രീയക്കാരൻ എന്നൊരു പ്രതിച്ഛായ ഇതിനകം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ പാളുന്നുണ്ടെങ്കിലും പൊതുവെ അൻവറിനോട് ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നിലമ്പൂരിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവർ എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയി എന്നുള്ളത് കൂടി, കോൺഗ്രസിൽ നിന്ന് മാറി എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയി? ആര്യാടൻ ഷൗക്കത്ത് ആ സീറ്റ് അങ്ങ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് MLA ആയി മന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ എത്ര കാലം കാത്തിരുന്നാലും എനിക്ക് അവിടെ ഒന്നും ആകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് അൻവർ അന്ന് ഇടതുപക്ഷത്തേക്ക് പോയത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നിലമ്പൂരുകാർക്ക് നന്നായിട്ടറിയാം. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ മറികടന്നുകൊണ്ട് ആ സീറ്റ് കൊടുത്തുകൊണ്ടൊന്നും എന്തായാലും UDFന് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിന് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു UDFലേക്ക് വരുന്ന കാര്യത്തിൽ. ഇല്ല, കൊണ്ടുവരാനൊന്നും പറ്റില്ല. അൻവറിന്റെ വേർഷൻ മാത്രമാണ്. അപ്പോൾ എന്തായാലും ലീഗിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഈ നിലമ്പൂർ വേണ്ടാന്ന് അൻവർ വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറിന് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ പറ്റും. രാജ്യസഭാ സീറ്റും വാങ്ങാം. കേരളത്തിലെയും ഒപ്പം തന്നെ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സീറ്റുകളും കിട്ടും. അപ്പോൾ മമതാ ബാനർജിക്കും സന്തോഷമാകും, അൻവറിനും സന്തോഷമാകും. അൻവറിന് ഏതായാലും അഭയമായി, അതിൽ ഞാൻ ഹാപ്പിയാണ്. Meet the editors.